ബഹിരാകാശ രംഗത്ത് 100% വിദേശ നിക്ഷേപത്തിനായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. കൂടുതൽ വിദേശ നിക്ഷേപകരെ ബഹിരാകാശ മേഖലയിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം. സ്റ്റാർലിങ്ക് സിഇഒ എലോൺ മസ്കിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയിരുന്നു. ബൽറാം, തന്ത്രപ്രധാന മേഖലയാണ്. അത് 100% വിദേശ നിക്ഷേപം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇലക്ഷൻ കാലമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ എതിർപ്പ് ക്ഷണിച്ചു വരുത്താൻ പോകുന്നൊരു തീരുമാനം കൂടിയാണോ ബൽറാം? ഹാഷ്മി, ഇക്കഴിഞ്ഞ ഫെബ്രുവരി 21 ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ യോഗത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണ് ഈ ബഹിരാകാശ രംഗത്ത് വിദേശ നിക്ഷേപ നയത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഈ കൂടുതൽ വിദേശ നിക്ഷേപകരെ ബഹിരാകാശ രംഗത്തേക്ക് ആകർഷിക്കുന്നതിനായി നിലവിലുള്ള നയത്തിൽ മാറ്റം വരുത്തണം എന്ന തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത്. ഇത് നിലവിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 16 മുതൽ ഈ പുതിയ നയം പ്രാബല്യത്തിൽ വന്നു എന്നാണ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നത്. ഇത് വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് ഉപഗ്രഹ രംഗത്ത് 74% വിദേശ നിക്ഷേപം, വിക്ഷേപണ മേഖലയിൽ 49% വിദേശ നിക്ഷേപവും മറ്റ് അനുബന്ധ മേഖലകളിലാണ് 100% വിദേശ നിക്ഷേപം ബഹിരാകാശ മേഖലയിൽ അനുവദിക്കുന്നത്. പ്രധാനമായും കൂടുതൽ നിക്ഷേപകരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാനും 100 ബില്യൺ നിക്ഷേപം ഈ ബഹിരാകാശ മേഖലയിൽ കൊണ്ടുവരാനും ലക്ഷ്യം വെച്ചാണ് ഈ നീക്കം നടത്തുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പ്രധാനമായും സ്റ്റാർലിങ്ക് സിഇഒ എലോൺ മസ്കിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏപ്രിൽ 21, 22 ദിവസങ്ങളിലാണ് എലോൺ മസ്ക് ഇന്ത്യ സന്ദർശിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഈ സന്ദർശനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ സ്റ്റാർകോമിൻ്റെ സേവനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നേരത്തെ തന്നെ ഇലോൺ മസ്ക് സമർപ്പിച്ചിരുന്നു. സ്റ്റാർലിങ്കിൻ്റെ ലോഞ്ചിങ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഒപ്പം തന്നെ $3 മില്യൺ ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള പ്രഖ്യാപനവും ഈ സന്ദർശനത്തിനിടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉടൻ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വിജ്ഞാപനം ഈ ഒരു ഘട്ടത്തിൽ ഇറങ്ങാൻ കാരണമായതെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ബൽറാമാണ് വിവരങ്ങൾ നൽകിയത്. ബഹിരാകാശ രംഗത്ത് 100% വിദേശ നിക്ഷേപത്തിന്റെ തീരുമാനമായിരുന്നു. അതിലിപ്പോൾ തീരുമാനമായി വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉറപ്പായും അതിനകത്ത് രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്, രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുമെന്നാണ് കരുതേണ്ടത്.